അല്ലട്ടോ, അവൻ എന്നെ അങ്ങനെ കാക്കി ചിത്രീകരിക്കും. അവൻ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കാൻ പാടില്ല കേട്ടോ. കോഴിക്കോട് വ്ളോഗിൽ മൊത്തം ഭക്ഷണമായിരിക്കും. സർപ്രൈസ്. ഒന്നരക്ക് വീടോ റൂമോ എന്തോ അയച്ചപ്പോ ഒന്നല്ലേ മിന്നാന്നോ ഇവിടെ അല്ലേന്നോ അല്ലേന്നോ അല്ലേന്നടാ അറിയില്ല. ഈ ഒരു വീഡിയോ അയക്കുന്നേ അല്ല, ഞാൻ വീഡിയോ എടുക്കും. ഞാൻ വീഡിയോ വെച്ചെടുക്കണുണ്ട്. We have a taire. We have achar. Achar is so good from Tafum. And this is chammandi. And നമ്മൾ ഓർഡർ ചെയ്തത് ഹാഫ് ആണ്. ഈ വീഡിയോ എടുത്തിട്ട് നമുക്ക് വേണ്ടത് ഫുള്ളാണ്. അവിടെ ഫുള്ള് കഴിക്കുമോ നമുക്ക് നോക്കാം. വേണമെങ്കിൽ കഴിക്കും, വേണമെങ്കിൽ കഴിക്കുക. അതങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പിന്നെ വേണ്ടെന്ന് കഴിക്കാൻ പറ്റും ആർക്കെങ്കിലും. ഫുൾ ബിരിയാണി പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഞാൻ വേണ്ടതൊന്നും വേണ്ടതൊന്നുമില്ല അത്രേ ഉള്ളൂ. ഞാൻ അതല്ലാതെ പറഞ്ഞത് അല്ല, ഞാൻ എന്നോട് പറഞ്ഞു മനസ്സ് പറഞ്ഞ പോലെ നാട്ടുകാരെ എത്തിക്കണം. അങ്ങനെ ഇതെനിക്ക് ഇഷ്ടം. ഞാനത് മധുരമുള്ള അത് മധുരമുള്ളല്ലോ അവരത് സ്വീറ്റ് ആൻഡ് സ്പൈസി എനിക്കിഷ്ടം. മുളകിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വരുന്നില്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പപ്പയൊക്കെ എപ്പോഴോ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അതെ അതെ. പൂ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ആക്സിഡന്റ് ചവിട്ടപ്പോ വിശക്കുന്നല്ലോ. ഞാൻ ഉറങ്ങി ഇച്ചിരി ഒരു 10 മിനിറ്റ്. എന്ത് കുഴപ്പം? അങ്ങനത്തെ എന്ത് കുഴപ്പം അല്ല. അമ്മക്ക് പേടി. അമ്മമാർക്ക് അതൊക്കെയാ പേടി. ഇത് ഇങ്ങനെ കാണിക്കുന്ന അങ്ങനെ കാണിക്കുന്നത്. ഇല്ല, ഞാൻ എപ്പോഴും എല്ലാം കാണിക്കുന്ന ആളാ. പക്ഷെ എന്താ എല്ലാരും എല്ലാം എന്താ എല്ലാരും ഇങ്ങനെ തന്നെ. ഏതാച്ചാറാ അച്ഛമ്മക്ക് ബിരിയാണി ഷെയർ ചെയ്യാം. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. എന്താ വെച്ചാൽ ഞാൻ ഫുൾ ബിരിയാണി ഇവര് രണ്ടാളും ഹാഫ് ഓർഡർ ചെയ്ത്. എനിക്ക് പേടിയായി കണ്ടപ്പോ ഏതൊക്കെ ഫുള്ള് തിന്നാൻ പറ്റുമെന്ന്. മോളെ ഇവളെ കഴിവിനെ പറ്റി ഇനി എന്റെ ഞാൻ പറഞ്ഞുതരാം. നീ ഇവള് പറഞ്ഞല്ല. അല്ലട്ടോ, അവൻ എന്നെ അങ്ങനെ കാക്കി ചിത്രീകരിക്കും. അവൻ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കാൻ പാടില്ല കേട്ടോ. ബ്ലോഗിൽ വരുന്ന സമയത്ത് നിങ്ങൾ പറയണവരോട്, അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പം പറഞ്ഞ് വിശ്വസിച്ചു സമ്മതിക്കൂല. ഇവനൊരു ബിഗ് ബോസ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. യെസ്. എങ്ങനെ സാധിക്കും പറയാൻ? ഞാൻ കഴിച്ചെടുക്കാം. ഞാനും അങ്ങോട്ട് വരും. ഓ, ബിരിയാണി കണ്ടാ തന്നെ അറിയാം പോളി ബിരിയാണിയാണ്. ഓ ഗോഡ്, ചിക്കൻ ലെഗ് പീസ്. ഇതില്ലേ, ഞാൻ കഴിക്കണ്ട. ഞാൻ കഴിക്കൂ. ഇത് കഴിക്കാണ്ട് ആരാ നല്ല ബിരിയാണിയാണ്. ഇവ ഞാൻ ചോദിച്ചപ്പോ എവിടെ നല്ല ബിരിയാണിന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു സാഗറാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ ടേസ്റ്റ് അല്ല എന്റെ ടേസ്റ്റ്. അപ്പൊ തന്നെ ഞാൻ ഏട്ടനെ വിളിച്ചു. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇവരൊക്കെ സാഗർ അവിടെ ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ടോപ്പ് ഫോം ഇഷ്ടം പറഞ്ഞു. ഇല്ല, സോറി, എന്റെ പീസ് കൊടുക്കാൻ. അത് നല്ല പീസാ. ഇതും എനിക്ക് ഇഷ്ടമല്ല. 2 പീസ് ഫോർ മീ എന്നൊക്കെ. അവിടെ വെച്ചോ, നമുക്ക് വേണ്ട എടുത്തോ. ആയിക്കോട്ടെ, എന്തൊന്നും വേണ്ട. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അറിയില്ല. ഞാനും ബിരിയാണിയും ഇത് മാത്രം. അത് മനസ്സിലായി. പക്ഷെ ചമ്മന്തി ചിലപ്പോൾ എടുക്കുമായിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടാവും. ഇത് മധുരല്ലേ? എനിക്ക് എരിവും മധുരം ഇഷ്ടാ. ചെറുപയറും പച്ചക്കായും ഇത് നാരങ്ങയും. പപ്പടം വേണോ? പപ്പടം വേണ്ട. ബിരിയാണിന്റെ ടേസ്റ്റ് മറിഞ്ഞു പോകും. ഇത് നല്ല രസമുണ്ട്. ഓക്കെ, ചിയേഴ്സ്. ഞാൻ കഴിക്കാൻ പോണേ. മൈക്കൊക്കെ വെച്ച കുട്ടിയുടെ
എന്റെ ഈ കോഴിക്കോട് വ്ളോഗിൽ മൊത്തം ഭക്ഷണമായിരിക്കും. ഭക്ഷണത്തിന്റെ ആ ഒരു ഇതായിരിക്കും കൂടുതൽ, ആ ഷോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ അല്ലെങ്കിലും എനിക്ക് വേണ്ട പോലത്തെ ബിരിയാണി അത് വേണോ? തൈര് വേണ്ട. വേറിട്ട് നിൽക്കും ബിരിയാണിന്ന് തൈര്. അച്ചാറ് മാത്രമേ. അല്ല അങ്ങനെയല്ല, ഞാൻ എന്റെ ബിരിയാണിക്കൊക്കെ ചിലപ്പം കഴിക്കും. പക്ഷെ ഇതൊക്കെ ഈ ഫ്ലേവർ മാത്രം കിട്ടാൻ വേണ്ടിട്ടാ. രാവിലത്തെ ഫുഡ് വയറിനും കൂടെ ഞാനെനിക്ക് ഓർമ്മയില്ല, എനിക്ക് വട വേണമായിരുന്നു. ചമ്മന്തി വേണ്ട, എനിക്ക് വട വേണമായിരുന്നു. പിന്നെ ഞാന് വിചാരിച്ചു അത് നമുക്ക് ആദ്യം കാണുമ്പോൾ തോന്നല. അല്ല, വട എന്തായാലും ഇഷ്ടം വേണം. കാശ്മീർ തിന്നു കഴിയുമ്പോ തിന്നാൻ തോന്നിയില്ലെങ്കിലോ വേണ്ട. പിന്നെ ഞാൻ എന്റെ താടി കാണാനാണ് ഒരു നിൽക്കുന്നത്. നമുക്ക് കുങ്കുമ തിന്നാൻ വേണ്ടി മാറ്റി വെച്ചാലേ ക്യാമറ. അറിയാൻ പാടില്ല. എന്താ കണ്ണു കൊള്ളുന്നൊക്കെ എന്റെ തീറ്റ കണ്ടൊക്കെ. നല്ല എരിവുണ്ടാവോ? എന്നാലും ആ ഒരു എനിക്കൊരു വിശ്വാസം പോരാ. ഇത് സത്യം തന്നെയാണോ? നോർമൽ. മറ്റേ കാന്താരി അച്ചിരെടുക്കാം. വേണോ? എനിക്കും പൊഴുക്ക് വേണം കുറച്ച്. കേട്ടോ മതി. എരിവ് നൈസ്. ഞാൻ കഴിഞ്ഞിട്ട് കഴിക്കും. പൊളിക്കും. പറയുന്നുണ്ട് ഞാൻ നിന്നെ എത്രയോ അതിന്റെ മുള കൊണ്ടുവന്ന് വെക്കുക, കഴിതാക്കുക. ഇച്ചിരി മസാല, ഇത് മസാല എടുക്കട്ടെ. എടുത്ത് പകുതി ഇവിടെ തിന്നു, മുകളിൽ തിന്നെടുക്കട്ടെ. അത് പീസ് തരാ പറഞ്ഞ പീസ് ഇവിടെ. നിങ്ങൾക്ക് ഒരു പീസ് ഉണ്ടാവുക, ഹാഫ് ബിരിയാണിയിൽ ഒരു പീസ് ഉണ്ടാവുക. റൈസ് ക്വാണ്ടിറ്റി കൂടുതലാണ്. ക്വാണ്ടിറ്റി കൂടുതൽ പറയാൻ പറ്റില്ല, ആ ഒരു പ്രൈസിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. കുറച്ചുകൂടി ചെറുതാണ്ടാവും. അതിന്റെ പകുതി. അപ്പം ഇന്നത്തെ എനിക്ക് എന്റെ ലിസ്റ്റിലെ അമ്പലം കഴിഞ്ഞു, ബിരിയാണി കഴിഞ്ഞു. അത്ര ആയുള്ളൂ. അല്ല, അത്ര ബിരിയാണി കഴിഞ്ഞോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാല് അത് കഴിഞ്ഞ അടുത്ത് ബിയർ, ഉപ്പിലിട്ടത്, പുതിയ അമ്പലം. ഉറക്കൊക്കെ അറിയില്ലുണ്ടോന്ന്. ഇപ്പൊ ട്രെയിനിലാണോ ഒന്നും അറിയില്ല. ടിക്കറ്റ് കിട്ടിയോ? അതും അറിയില്ല. രാവിലെ 5 മണിക്ക് പോവാൻ നേട്ടം പറഞ്ഞു. ഇവരുടെ ടിക്കറ്റ് എടുത്തോ ഇല്ല ഇന്നലെ നോക്കണം, കണ്ടിരുന്നു, അറിയില്ല. മറ്റന്നാൾ പാടിനിട്ട് പോകല്ല. എന്നാ എനിക്ക് പറയേണ്ട സർപ്രൈസ്. നിങ്ങള് ഈ വീഡിയോ കഴിച്ചു കഴിഞ്ഞ് കാണിക്കും കേട്ടോ എന്താന്ന്. കാരണം ഫുള്ള് കാണുമ്പോ അറിയാം, ഫുള്ള് കാണാൻ പറയാം. എന്റെ പേരെ കൊടുത്തു. അജു ബിരിയാണി കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പീസ് മാറ്റി. ഈ ബിരിയാണി എന്ത് സംഭവിച്ചെന്ന് ആൾക്കാർ അറിയാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പീസ് സ്വിച്ച് ചെയ്തില്ല. അതൊക്കെ പറഞ്ഞാ പോലെ. ഈ ഒരു മാന്യനെ അഭിനയിക്കണോ? ഈ ക്യാമറ ഇറങ്ങിയോ? മാന്യത എപ്പോഴും കേൾക്കുക. ഇല്ലാത്ത പക്ഷം റോ ആയിപ്പോ നിന്നെ പോലെ.
റോ ആയിരിക്കണം. I don't want to be a pop. ഇതറിയില്ല. പുറത്തെന്തോ നടക്കുന്ന പറയാം. അല്ല, അതൊന്നും സച്ചിൻ ഞാൻ ഇത് കഴിച്ചോ, അച്ഛൻ കഴിക്കത് എനിക്കുണ്ടാവും. കുറച്ച് കഴിക്കാ. വയറൊന്നും ഒരു സ്റ്റക്കായ ഇന്നലെ ആ രാവിലെ തിന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു പോകും. പൂരി എനിക്ക് പൂരി പറ്റില്ല. രണ്ടെണ്ണവും അതും അമ്മേന്റെ ഒന്നിട്ട് കഴിച്ചു. ഇതും കൂടി ആയിട്ട് അമ്മ ബുദ്ധിക്ക് അമ്മയ്ക്ക് ഞാൻ അമ്മയ്ക്ക് കേസരി കഴിക്കാൻ ഇല്ല. അന്നേരം ഉണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കേസരി എന്നിട്ട് ബാക്കി വലിയ സങ്കടമായി. അത് വേസ്റ്റിൽ കൊടുത്തിക്കുക. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും ഞാൻ അറിയില്ല. ഞാൻ ഇതുവരെ കേസരി വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ചില ഒന്ന് മതിയായിരുന്നു. മതിയായിരുന്നു. പക്ഷെ അറിയില്ല ക്വാണ്ടിറ്റി. ഇനി അവിടെ പോകുമ്പോ ഒന്നും വാങ്ങില്ല. അപ്പു പിന്നെ ബദാം മിൽക്കോ അതും വാങ്ങിച്ചു. പക്ഷെ നല്ലൊരു റിച്ച് ഫീൽ ഉണ്ടായിരുന്നു. ഒരു റിച്ച് സാധനം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓരോ ഫുഡ് നല്ലൊരു ഒരു ആരില്ല എന്തായാലും സത്യമാണ് നോക്കിയോ. ഇത് കഴിഞ്ഞല്ലോ. ഇത് എഴുന്നേക്കുമ്പോ വയറാണല്ലോ. ആരോ ഇറങ്ങിട്ട് വരോ. ഞാൻ മാക്സി അല്ലേ ഇട്ടതൊക്കെ. പ്രത്യേകിച്ച് ബെൽറ്റ് കിട്ടില്ല. പൂസ് ഡ്രസ് ഇട്ടോടെ വയറ് മറക്കാണ്. നല്ല ബിരിയാണി. എന്താ നല്ല ബിരിയാണി ഉണ്ടായിട്ടാണ് അതുകൊണ്ടാണ്. എത്ര നല്ല ഭക്ഷണം കൊടുത്താലും ഒരു പ്രാവശ്യം മോശമായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഒന്നും നന്നായില്ല. ഇത് മാവ് റോഡിനല്ല ഓർഡർ ചെയ്ത്. നിങ്ങള് തൊണ്ടയായിട്ട് പോയാ അവിടെ ചിലപ്പോ തിരക്കൂടുമ്പോഴൊക്കെ ഒരു ഭയങ്കര കച്ചവടമാണ്. തൊണ്ടയാടോ രണ്ടു സ്ഥലത്തും. സാഗിലെ റൈസ് വേറെ, ഈ റൈസ് അല്ല തന്നെ, പക്ഷെ വേറെ ബിരിയാണി കഴിച്ചു. കായമല്ല പ്രോപ്പർ നെയ്ച്ചോർ ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. ഞാൻ വാരി വെച്ച് തിന്നും സമയം എടുത്ത് വെച്ചിട്ടാ. വീട്ടിൽ പോയി പട്ടിണി എടുക്കാം. ഇപ്പം കഴിച്ചപ്പോ ഒരു സമാധാനം. അപ്സെറ്റ് ഇറങ്ങാറാകുമ്പോ നമുക്ക് തിന്നാണോ. അപ്സെറ്റ് എന്നല്ല, വയറ് ഗുളായി കിടക്കുക. അപ്സെറ്റ് ഒന്നുമില്ല, അത് ഹെവി ഹെവി പിള്ളായി പോയി തുളുമ്പി. രണ്ട് അത് മെഴുക്കുള്ള സാധനം. അപ്പം തിന്നുമ്പോ അത് ദഹിച്ചെടുക്കണം, കുറച്ച് ടൈം ഉണ്ട്. ബിരിയാണി കഴിക്കാൻ അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് മണ്ടത്തൊക്കെ എന്റെ മണ്ടത്തിലൊക്കെ വന്നു. ആദ്യം ഇടാൻ പറഞ്ഞു ഇച്ചിരി പറയുമ്പോൾ ഇച്ചിരി തന്നെ. അജു അമ്മേന്റെ പുഴുക്ക് കഴിക്കും, ഞാനും കഴിക്കുന്നുണ്ട്. കുറച്ചിട്ടോ പകുതി മതി 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 അത്ര മതി, ബാക്കി എടുക്കാം. ജമന്തി ജമന്തി യു വോണ്ട് ജമന്തി? ചീര ജമന്തി ആണോ? ശരിക്കൂടണേ. ഇത് ഇഞ്ചി ചായ. ഇഞ്ചി ചായ ആണോ? വെരി നൈസ്. നല്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. ഉള്ളിച്ചമ്മന്തിയും പുഴുക്കും കപ്പയും കാന്താരി ചമ്മന്തി. അതിന്റെ ആളിതാ അവിടെ ഉണ്ട്, അത് നിൽക്കുന്ന ആളാണ് അവിടെ. അമ്മ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? കാണും എന്തായാലും. അമ്പലത്തിലൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ എന്തൊക്കെ ചെയ്ത് ചെടി നനച്ച് മുകളില് അമ്മേനെ കണ്ടില്ലേ. എന്താ പറയാ, കപ്പ, ചെറുപയറ്, പിന്നെ എന്തും കൂടി ഇട്ടെന്ന് പറഞ്ഞ കായ അല്ലെ, പച്ചക്കായ, പിന്നെ പപ്പടം. അയ്യോ പപ്പടം പ്ലീസ് എന്നൊക്കെ. പപ്പടത്തിന് മാത്രം എല്ലാവർക്കും അപ്പു
താങ്ക് യു. പകുതി പപ്പടം കഴിക്കോ അഞ്ജു? ആ ഞാൻ ചോദിക്കാൻ വരുന്നത്. Okay. കഴിക്കും. വേറെ തിരിച്ച് പോയിട്ട് അയ്യോ അത് കഴിച്ചില്ലല്ലോ, അയ്യോ ഇത് കഴിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാക്ക് വയ്യ. പൊളി പൊളി അടിപൊളി. സമാധാനം. മെൽറ്റിംഗ് മൗത്ത്. അങ്ങനെയല്ല, കൊറേ കഴിച്ചില്ലെങ്കിലും ഒന്ന് കഴിച്ച് സുഖമുണ്ട്. അതെ. അല്ല മിക്സ് ചെയ്തിട്ട് അച്ചാർ കൂടണം, നല്ല ചമ്മന്തിയും പുഴുക്കും. ഇതെല്ലാം ഓൾ മിക്സ്ഡ്. ബൂം. ഇവിടെയായിരുന്നു നിങ്ങള് ഫുഡ് കഴിക്കുന്ന വ്ലോഗില് ഇതും കൂടി കാണണം, ഫുഡും കൂടി പ്രോപ്പർ കാണണം. എന്തൊരു സാധനം സെറ്റപ്പ് ആക്കണം, ഭക്ഷണം കൂടി കാണണം. എന്നെ കാണേണ്ടവർക്ക് കാണുന്നില്ലേ അല്ലേ? എന്നെ കാണാം, ഇങ്ങനെ കാണുന്നത്. എടുത്തിട്ട് കാണിക്കണം. മനസ്സിലാവോ? ഈ ഒരു ആംഗിൾ വരുന്നു. അപ്പൊ ഫുഡും കാണാം, ഇതും കാണാം. ട്രൈപ്പോഡ് നോക്കണം. അച്ഛൻ കുറിയൊന്നും തൊട്ടില്ലേന്നു. ഊറി തൊട്ട് ഞാൻ മോൻ കഴിക്കാം. ആ. നോക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലോ. പപ്പടം വേണം അപ്പൊ പകുതി. ഞാൻ അവിടെ കന്നു കൊറേ ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശാരീരികം അമ്മ കിടന്നില്ലല്ലോ. അമ്മ ഇവിടെ ഉണ്ടായിട്ട് ആ പകലുറങ്ങ പകലുറങ്ങിക്കൂടെ ഇച്ചിരി അല്ലേ? പകല് ശിവന് ആ പുറത്ത് വരുമല്ലോ, രാത്രിയാണ് പുറത്ത് വരിക. നമ്മൾ കാവലിരിക്കുക. അല്ല അത് കോമഡി. ഈ വ്ളോഗിന്റെ മുന്നത്തെ വ്ളോഗിൽ നമ്മൾ കാറിൽ വരുമ്പോ അച്ഛൻ മറ്റേ ശിവരാത്രിനെ പറ്റിയൊക്കെ പറയുന്നതാ. അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിപ്പോ റോ അതൊക്കെ വെരി റോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ, ഞങ്ങളല്ല എല്ലാരും ഇങ്ങനെയൊക്കെ. അങ്ങനത്തെ തരാം. എനിക്ക് ഇച്ചിരി കൂടെ ബിരിയാണി വേണം. അത് തരും. അത്ര എനിക്ക് എന്തായാലും അതും കഴിക്കൂല. പക്ഷെ യെസ്, ഈ പീസും വേണം. ശരി. അപ്പൊ ഞാനൊരു ഫുൾ ബിരിയാണി കഴിച്ചു കേട്ടോ. ബിരിയാണി കഴിച്ച പോലെയായി. ഈ പാത്രത്തിന് പിന്നെ വേറൊരു പാത്രത്തിന്. ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ. അല്ല ഇല്ലല്ലോ, അല്ല എനിക്കൊരു ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റും. റോ കഴിക്കുന്നത് എനിക്കൊരു ഫുൾ ബിരിയാണി ശരിക്കും കഴിക്കാൻ പറ്റും. നല്ല വൃത്തിക്ക് എനിക്ക് കഴിക്കാൻ പറ്റും. ഫോൺ ഇവിടെ വെക്ക്. ഇതാണ് ഓല്ലേ. പക്ഷെ പാവം പോലെ പറഞ്ഞ കേക്ക് അഭിനയിക്കൂ വീഡിയോ ഓൺ ആണെങ്കിൽ. പറയടാ. ഹലോ, ആ പറ. അല്ലേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഭക്ഷണം കഴിക്കാം. കാന കഴിക്കും. കാന. ഓക്കെ. അച്ചുവോ എന്നോട് അതുണ്ട്. പെറ്റ് വന്നങ്ങോട്ട് എന്താ ജിത്തോട് പറഞ്ഞു. ഞായറാഴ്ച നീ വ്യാഴാഴ്ച ബന്ധിന്റെ അല്ലാണ്ട് എന്ത് ലീവ്? എല്ലാ വ്യാഴാഴ്ച ലീവ്. എല്ലാം നോ ലീവ്. അപ്പൊ അപ്പഴും തരും. ഒരു ബൂർഷയായ എന്താ പറയാ, ബൂർഷയ മുതലാളിയാണ് അജു. എന്റെ പണിക്കാരെ വെച്ചാൽ ഭൂഷണാണെന്ന് വെച്ചാൽ അപ്പൊ പറയാതെ आपका मुदलाली बूर्शिया है मालिक बोल रहे बूर्शिया
चटनी ठीक बोला मैंने। അയ്യോ ഇന്ന് വളയില് ഞാൻ ഉണ്ടാക്കി. വളയിൽ എന്താക്കി ചായ ആക്കിയോ എന്തോ വളയിൽ എന്താക്കി चमंदी ചമ്മന്തി ചമ്മന്തി ना काफी ना പത പത चमंदी अंदर ആക്കിയല്ല എന്നിട്ട് അച്ഛനെ കൈകുത്തിപ്പോ എന്തൊക്കെയും പറഞ്ഞു. രണ്ടെണ്ണം ഉണ്ടാക്കി രണ്ടെണ്ണം പറഞ്ഞു. ഞാൻ കൂടിയല്ലോ എനിക്ക് പറയാലോ സമയമുണ്ട്. ഇന്നലെ ഉണ്ട് ഇന്ന് ഓടുന്നത് ഞാൻ വള ഊരി വെച്ച് ഈ ഒരു ഷർട്ട് മാറ്റി വെച്ചില്ലല്ലോ. കഴിക്കില്ലേ? സിമ്പിൾ. അത്രേ ഉള്ളൂ. ഞാനും വള തുടച്ചു. പിന്നെ അത് ഏലക്കായ കഴുകിയില്ല അപ്പു പിടിക്കപ്പെട്ടു. സോറി കഴുകി വെക്കാം. ഞാൻ മറന്നു കേട്ടോ അപ്പു. റാഹത്താവാനുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാല് എല്ലാം റാഹത്ത്. ഇഞ്ചിച്ചാവല്ലേ ഏലക്കായ ഏലക്കായ ചായ. കാണുമോ? പോലെ. അത് ഇഷ്ടല്ലേ? ആ എനിക്കെല്ലാം ഇഷ്ടാ. റെക്കോർഡ് എങ്ങനെ ചോദിക്കാം? ഞാൻ ഒന്നും നഷ്ടം അവർക്ക് അല്ല ആവൂന്ന് ആർക്ക് അച്ഛനെ ഇതൊക്കെ കൊണ്ടല്ലോ. മനസ്സിലായോ? ഒന്നുകൂടെ ക്ലാരിറ്റി പറയോ? ഒന്നുമില്ല, ഞാൻ വിഴുങ്ങി. പറ ഒന്നില്ല. ചോദിക്കേ. ഞാൻ വന്ന നഷ്ടാവോന്നോ ആർക്ക്? എനിക്കോ? അച്ഛന്? ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തില്ലല്ലോ. ആ ഓക്കെ ഓക്കെ. നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം ആ അതൊരു നഷ്ടം തന്നെ. ഉണ്ടാക്കാനല്ലേ. അപ്പൊ എന്താ അടക്കലേക്ക് ഒരു സാധനം വേണം. എന്താ അതാണ്? അല്ല അത് അടക്കല അതൊക്കെ വേണം. എന്താണ് അപ്പൊ സെൽഫിഷ് ആണ്. ഞാൻ പറഞ്ഞത് നിന്നോട് നീ സെൽഫിഷ് ആവുന്നുണ്ട് ഇപ്പൊ. ഒറ്റയ്ക്ക് വെള്ളം കുടിക്കുക, ഒറ്റയ്ക്ക് അച്ചാറും നിറച്ചേക്കുക. ഓ ചമ്മന്തി, പുഴുക്ക്, പപ്പടം. ഇൻസ്റ്റാഗ്രാമിൽ തരുന്നുണ്ടല്ലോ ചേച്ചി. ഞാനോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി റീൽസ് ഇടാറുണ്ട്. ഇല്ലേ? എന്നെ കാണാറില്ല. ഡെയിലി ഇടും. യൂട്യൂബിൽ ഞാൻ ആഴ്ചയിൽ അല്ല 2 ദിവസം കൂടുമ്പോ വീഡിയോ ഇടും. 2 ദിവസം കൂടുമ്പോ ലോങ് വീഡിയോ ഇടും. എല്ലാ ദിവസവും ഇതും ഇടും. എന്ത് ഷോർട്സ്. കാണില്ല നീ ഒന്നുമില്ലേ? കാണടാ നിങ്ങളൊക്കെ എല്ലാരും. സപ്പോർട്ട് മീ എന്നൊക്കെ നിങ്ങളെങ്കിലും കാണും. ഞാനൊരു ചാൻസ് നോക്കുമ്പോണ്ട് പരിചയമുള്ളവരുടെ മുഖങ്ങൾ ഒന്നെങ്കിൽ തിന്നുണ്ടാവും, അല്ലെങ്കിൽ കുടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. അല്ല വർക്കൗട്ട് ഞാൻ ഭക്ഷണം പാകം ചെയ്തപ്പോ രണ്ടും കൂടെ മീൻകറി അടിപൊളി പാത്രം. മാളൂന് ആണല്ലേ. ലിയ മാളൂന്റെ ഫ്രണ്ടിന്റെ അവരതാണ്. അപ്പൊ അവള് വീട് മാറിയപ്പം അവള് എല്ലാ പാത്രങ്ങളും കൊടുത്ത്. ബിരിയാണി പോട്ട്, മീൻ ചട്ടി, ചായ വെക്കാനുള്ളത്, ബിരിയാണി പോട്ട്, ഇതൊക്കെ വാങ്ങിച്ചു. അപ്പൊ ഞാൻ കുക്ക് ചെയ്ത് നോക്കിയപ്പോ നല്ല സുഖം. നല്ലതുമാണെന്ന് തോന്നില്ല. പിടി ചൂടാവും. അതല്ല മറ്റേ നോൺ സ്റ്റിക്ക് ആണ് അല്ലേ? ശരീരത്തിന് കേടില്ലാത്ത മെറ്റീരിയൽ എന്തോ ആണെന്ന് തോന്നുന്നു. നല്ലതാന്ന് തോന്നുന്നത്. അല്ല അത് എടാ ഇനി എന്നും വീഡിയോ ഓഫ് ചെയ്യാൻ മോനെ. മെമ്മറി ഫുൾ ആവിടാ. സോ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മളൊരു ഫ്രണ്ട് വന്നു. ആര്? സച്ചിനവർക്ക് അറിയാം. ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ട് അവര്. അല്ല സച്ചു ആണെന്നൊന്നും പറഞ്ഞില്ല. സച്ചിനെ കണ്ടുണ്ട്. ഇതാണ് സച്ചു. കാണിച്ചു കൊടുക്കടാ. പ്രൊട്ടക്ട് ചെയ്യണല്ലോ. ഗേറ്റ് അണ്ടർ സൗണ്ട് ഉണ്ടാക്കുക. സച്ചു കപ്പ തിന്നുന്ന സച്ചു എന്നൊക്കെ. സ്പോൺസർ അമ്മ
അത് ഫിക്സ് ചെയ്യാൻ ആൾക്കാർ എങ്ങനെ അല്ല നമ്മളെ ലിസ്റ്റിലേ ഇല്ലാത്ത ആൾക്കാര് നമുക്ക് ഇത് ഇച്ചിരി ഏട്ടന് ഏട്ടന് അതേക്ക് വേണ്ട വേറെ ഒന്നും വേണ്ടിയില്ല. അപ്പഴുണ്ട് അതിനകത്തുണ്ട് ഏട്ടൻ വരുമോ മക്കളെ? ആരെ കല്യാണം? ഫ്രണ്ടിന്റെ അനിയൻ എവിടെ? ഭക്ഷണം ഹോളിൽ വെച്ചിട്ടാ ഭക്ഷണം സദ്യ ഹോളിൽ വെച്ചിട്ടല്ലോ വലിയൊരു ഹോള് ഇല്ല ഈ പറഞ്ഞ അല്ല ഇങ്ങനെ കേറി പോയി ഹോളൊക്കെ വലുതാണല്ലോ. ആ ചെറുതായിരുന്നു നമുക്ക് കോൾഡായി അലർജിയാ. ഇന്നലെ ഒരു പ്രശ്നമില്ല, കോൾഡായിട്ട് ഇങ്ങോട്ട് വന്നു നോക്കി ഞങ്ങൾക്ക് കോൾഡ് ആവും. രാവിലെ കാറ് കയറുമ്പോഴും അപ്പൊ ഞാൻ താത്തിയിട്ട് പൊടി പൊടി മൊത്തം കാരണം ചിലർക്ക് പൊടി സീര തൊട്ട സീൻ. ഞാൻ മാസ്ക് വെക്കാണ്ട് പുറത്തിറങ്ങാറില്ല, പറ്റൂല. കോപ്പിക്കാറ്റ് എന്റെ ഏട്ടനെ കോപ്പി അടിക്കുന്നേ എല്ലാം. നിങ്ങൾ എല്ലാം എന്റെ ഏട്ടൊരു ഷാമ്പു വാങ്ങിച്ചോ, അപ്പൊ പിന്നെ നോക്കുമ്പോ ഓന്റെ ഇതിലുണ്ടാവും ആ സെയിം ഷാമ്പു, പെർഫ്യൂം, ലോഷൻ, എല്ലാ ഏട്ടനെ പോലെ. ഏട്ടപ്പോ നന്നായി ഡ്രസ് ചെയ്ത് വന്നാൽ പിന്നെ പിറ്റേ ദിവസം അതേപോലെ ഡ്രസ് ചെയ്ത് വരും. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏട്ടന്റെ അടുത്ത് എന്ത് സാധനം വളർത്തുണ്ടാവും. ഞാൻ ഒന്നും എടുക്കാറില്ല, എനിക്ക് തന്ന വാങ്ങിക്കും. ഞാനായിട്ട് എടുക്കാറില്ല, തന്ന വാങ്ങിക്കും. അത് അവന്റെ സഹായാവസ്ഥ ഉണ്ട്, സ്വന്തം അനിയത്തിയ ഒന്നും വാങ്ങൂല. ഇവക്കറിയാം ഏട്ടൻ അവർക്ക് കൊടുക്കുന്നു, അതുകൊണ്ട് എന്താ വാങ്ങേണ്ട ആവശ്യം പറ്റില്ല. ആ പിന്നെ കൊറേ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? കഴിയുമ്പോ വാങ്ങിച്ചാ പോലെ. പക്ഷെ അവളെ ഏട്ടൻ അങ്ങനല്ല, വേണ്ടത് മാത്രമേ കൊടുക്കൂ. അതുകൊണ്ട് താല്പര്യമില്ലേ അത് കൊടുക്കും. ഇതെന്തായാലും അപ്ലോഡ് ചെയ്യും ഞാൻ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതാണ് റോമുഖം. നേരത്തെ മുഖം തന്നെ അറിയില്ല. ആക്ഷൻസ് മാറി മാറി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആണല്ലേ? ആ കടിക്കോ എന്താ അപ്പന കുറച്ചുകൂടി എടുക്കണം. എവിടെ പോയത്? കല്യാണം അവിടെ വെച്ചിട്ടായിരുന്നു കാപ്പി. ഇത് അവൻ നമ്പറാ, പാത്രം കഴുകണ്ട അവിടെ വെച്ചോന്ന് പറയാൻ വേണ്ടിയില്ല. അവിടെ പോയിട്ട് ഇത് എന്താ ചെയ്യാ ഇപ്പൊ ഓന്റെ കളത്ര നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? കണ്ട അമ്മ അതിനു വേണ്ടിയാ വിളിച്ചേ, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് മനസ്സിലാവില്ലേ ഇതൊന്നും? എന്താ പുഴുക്ക് അമ്മക്ക് ഇതാണ് വ്രതാണ് ഒരിക്കലാണ്. അപ്പൊ അമ്മേന്റേതാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന എല്ലാരും. അജുവിനെ വരെ പല്ല് ക്ലീൻ ചെയ്ത് പല്ലൊക്കെ വേണമെങ്കിൽ എടുത്താം. ഓ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടായി. മറ്റേ ഈ ഇതില് രാജാറാണിയിലെ മറ്റേ ഇതില്ലേ നസ്രിയ, മറ്റേ മേക്കപ്പ് ചെയ്തിട്ട് അഭിനയിക്കില്ല. ചില വ്യത്യാസം വെച്ചാണെങ്കിൽ ഓള് ഉറങ്ങിയിരിക്കുന്നതാണ് ഇവിടെ അമ്പലത്തിൽ പോയി മസാല ദോശ കഴിച്ചു വന്നിട്ടാന്നൊക്കെ. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ റീൽ അയച്ചിട്ടുണ്ട്, മസാല ദോശന്റെ റീല്. ഇപ്പോൾ എപ്പോഴും പറയാം അമ്പലത്തിൽ പോയി ചെയ്ത മസാല ദോശ പടം കഴിച്ചിട്ടാണ്. എല്ലാരും അങ്ങനെ തരിക മാത്രല്ല അല്ലേ, എല്ലാരും ഒരു മൂടും അതാണ്. അമ്പലത്തിൽ പോവാ എല്ലാവരുടെ അല്ല, ഒരു പകുതി മുക്കാൽ ആൾക്കാരത്. എന്തുകൊണ്ടാണ് നിങ്ങളെ കാലിൽ ഇപ്പൊ ഈ ബാൻഡേഡ് കെട്ടേണ്ടി കയ്യിലിരിക്കോട്ടാണ്? നിന്നെ അപ്പു മാറി എന്റേത് മാറി പണ്ടേലേക്ക് നിന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുക. വീട് നിന്നെ പറ്റി നല്ല പറയണമെന്ന് പറഞ്ഞില്ല, ഉള്ളതുള്ളതുപോലെ പറയാം. സച്ചു സപ്പോർട്ട്
എന്തായിട്ട് ബിരിയാണി വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ബെൽറ്റ് ഇട്ടത് നീ പാന്റ് പോകാൻ ആ അതെ പാന്റ് വെച്ചിട്ട് ചെയ്യാം. എന്ത് ഓ ഇതിന്റെ മറ്റേ സാധനം ഏത് സിനിമയിലൊക്കെ ഉണ്ടാവല്ലേ ഷൂട്ട് ചെയ്ത് മറ്റേ എന്തോ ആണെന്ന വിചാരം. അല്ല അവിടെ ബ്ലോക്ക് ആവും കാർപ്പറ്റിലാണ് കൊണ്ട് എന്താ ഒരുങ്ങി കഴിഞ്ഞോ? നിങ്ങൾ ഈ കാണുന്നതല്ല ഇത് കണ്ടോ, ഇത് നമ്മൾ കുറെ ബിഹൈൻഡ് സീൻസ് ഉണ്ട്. But everyone's know that. നിങ്ങൾ എന്നെ മേക്കപ്പ് ഉണ്ടായിട്ടും കണ്ടിട്ടുണ്ട് ഇല്ലാണ്ടും കണ്ടിട്ടുണ്ട്. റോ ബോത്ത് റോൻഷ വലുതായി പന്തലിച്ച് അജു എനിക്ക് വാങ്ങി തന്ന നാളെ വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോവാൻ നമുക്ക്. ഞാൻ എനിക്ക് വേണമെന്ന് എടാ ആ അച്ഛൻ വരുന്നു കമ്പനിക്ക് അച്ഛൻ വരുന്നതൊക്കെ. എടാ മോനെ ഇതില്ലേ എനിക്ക് ഇതൊന്ന് പോട്ടിന്ന് മാറ്റിയിട്ടേ ഇതിലിടാൻ പറ്റുമോ? അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി പോട്ടൊന്നും എടുക്കാൻ പാടില്ല. അപ്പൊ ഇത് പന്തലിക്കില്ല. നല്ല മുറ്റത്തെ മണ്ണിലാവുമ്പോഴാണ് പന്തലിക്കുക അല്ലേ? ആദ്യം ഒന്ന് നല്ലോണം ചട്ടിയിൽ ഒന്ന് വേരൊക്കെ എനിക്ക് അങ്ങനെ ആർച്ച് പോലെ ആക്കാനേന്നു. ഓ അത് പിടിച്ചതിന് ശേഷം കവർ കട്ട് ചെയ്താൽ ഞാൻ മണ്ണിലേക്ക് ഇറങ്ങി. അതായത് ആ വേരൊന്നും ഇതിപ്പോ പുതിയതാണല്ലേ? ഇതിലൊന്ന് ഉറച്ചിട്ട് പിന്നെ അതിനെ അലക്കിയിട്ട് അല്ലെങ്കിൽ ആ കവർ മാത്രം പുറത്തുനിന്ന് കീറി എടുത്തിട്ട് മണ്ണ് കുഴി ആ മണ്ണോട് അങ്ങോട്ട് വെക്കും. അത് ചെയ്യാം അത് ചെയ്യാം അത് ചെയ്യാം. താങ്ക് യു അജു. ബിരിയാണി മണക്കുന്നുണ്ട്. നടക്ക ഞങ്ങൾ വേഗം വരാം. ക്രിപ്റ്റോ യെസ്. ഓ ഗോഡ് ഞാൻ സാധനം എടുക്കാൻ മറന്നു. നീ കൊച്ചുസ്ഥിരാണ്. അല്ല ഞാൻ പറഞ്ഞ അല്ല ഞാനില്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഉള്ള പാട്ട് തന്നെയാ പറഞ്ഞേ. എന്താ വെച്ചാൽ ഈ പാട്ട് കേട്ടപ്പോ ഒരാൾ ഓർമ്മ വന്നു. അയാൾ എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ എനിക്ക് ഈ പാട്ട് തന്നെയാന്ന് കൺഫേം ആയി. അച്ഛു അച്ഛന് മനസ്സിലായില്ല? യെസ്. പുതിയമ്പലം ഓ അടിപൊളി അടിപൊളി. എന്തായാലും വരാം. നിറയെ പോലീസാണല്ലേ? ആരാ നോട്ടിഞ്ഞ അജു ബ്ലോഗ് ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ ആലോചിച്ചു ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ബ്ലോക്കാണോ? കൊഞ്ചം ബ്ലോക്ക് ഉണ്ട്. അല്ല ഞാനല്ല ഏട്ടനോ നീ ആയിരുന്നു ഞാനില്ല. ക്യൂട്ട് ചെക്കന്മാർക്കടാ. എനിക്ക് ഏട്ടനൊക്കെ ഇഷ്ടം പോലത്തെ ചെക്കന്മാർ. ചെറിയ വിളുന്ന ചെക്കന്മാർ. അങ്ങനെ സംസം പണ്ടൊരു സംസം നല്ല എന്തേന്ന് മലബാരി ചിക്കനും ബിരിയാണി റൈസും. എന്താ മോനെ ജനക്കൂട്ടം. വരെയാക്കിപ്പോ വരാം കോഴിക്കോട് വരാത്തൊരു ഇതൊക്കെ ചെയ്യാണ്ട് പോകുമ്പോ ഒരു വിഷമം മനസ്സിലായി. ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് അല്ലേ ഗായ്സ്? ചേലങ്ങനെ നായ ബീച്ച് ഹോട്ടലിലേക്ക് തിരിയണം എന്നൊക്കെ.
എനിക്കെന്താ അവൻ വിളിക്കുമ്പോ ഷർദാസ് വിളിക്കുമ്പോ ഞാൻ പാനിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അതുമില്ല, ലോങ്ങിലും ഇല്ല. സാരി എടുക്കാൻ അല്ല അവിടെ സെർവ് ചെയ്യില്ല പുറത്ത്. ഇരിക്കണോ? അതുകൊണ്ട് ആ ഉണ്ടോ? യെസ്. ക്രൗഡ് ഉണ്ടോ? ഇതെടാ അടുത്ത് നീ ഇരിക്കട്ടെ ഇതില്. നമ്മള് ബീച്ചിൽ വന്നതാ, ബീച്ച് ഹോട്ടലിൽ വന്നതാ. സാധാരണ ബീച്ച് ഹോട്ടലിൽ വരുന്ന സമയത്ത് ഹട്ടിലാണ് എപ്പോഴും ഇരിക്കാറ്. ഇവിടെ ഈ ലോണിൽ ഇരിക്കാറേ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് കാറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ നൈസായിട്ട് ചില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നതാ. കോഴിക്കോട് വന്നാല് എനിക്ക് ചെയ്യേണ്ട, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ബിരിയാണി, പിന്നെ അപ്പുവിന്റെ വീട് പറയുമ്പോ അപ്പുവിന്റെ വീട്ടിലേക്കാണ് പോവുക. പിന്നെ ബീച്ച് ഹോട്ടല്, ഉപ്പിലിട്ടത്, അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങനെ അതൊക്കെ ടിക്ക് ചെയ്തു. ഇപ്പം ബീച്ച് ഹോട്ടൽ വരെ എത്തി നമ്മള്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഉപ്പിലിട്ട കഴിഞ്ഞിട്ട് ശിവരാത്രി ആയതുകൊണ്ട് പുതിയ അമ്പലം പോവാം നമുക്ക്. തരാം. ഇപ്പൊ ഫ്ലഷ് ആയിട്ട് ഓക്കെ. ഇതിലേക്ക് ഫുഡിലേക്ക് അടിക്കുക. കോൺടസ്റ്റ് ഫുഡ് ഓഹോ. നല്ല അത് നല്ലയാ. ഇതല്ലേ ആ അജു ഗ്രീൻ കറിവേപ്പില. എങ്ങനെ എന്താ ചെയ്യാറ്? നമ്മളെന്താക്കും കറിയിലിട്ടാണെങ്കിൽ അതേപോലെ കളയൊന്ന് കള നല്ല കിട്ടും. മേത്തട്ട ഒരു തുള്ളി അനുശാചിത്ത എന്റെ ഈ മറ്റേ വ്ളോഗിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ തരില്ല. അല്ല തെരുമ്പേരെ കാണിച്ച് പറ്റിക്കാൻ വന്നതായിരുന്നു. അപ്പൊ എന്റെ വയല് കണ്ടപ്പോ തീരേക്ക് തോന്നില്ല തരെ. ചൂടൊക്കെ പോയിട്ട് സാരല്ല. ഈ ഹോട്ട് പോട്ടിനുള്ള കേട്ടോ. ഹോട്ട് പോട്ട് മാള് എപ്പോഴും വരെ ടോണീസ് കിച്ചൺ എന്തോ പറയാം. പോണം എന്തായാലും. എന്താ വാട്ടർമെലൺ ആണോ? സ്ട്രോബെറി വിത്ത് സം പൈനാപ്പിൾ ആണോ താഴെ? ടേസ്റ്റ് ചെയ്യാജു. Not good, not bad. മനസ്സിലാവില്ലല്ലോ. അപ്പൊ കുടിച്ചു പറ. കെച്ചപ്പ് അപ്പൊ കുടിച്ച ടേസ്റ്റ് പറ നോക്ക്. കുഴപ്പമുണ്ടോ? എടുത്ത് കാണിക്കുന്ന സ്ട്രോബെറി ഫ്രഷ് ഫീൽ അല്ല മറ്റേതല്ലേ? ഓക്കെ ഓക്കെ, എനിക്ക് തീരെ വേണ്ട. പേരറിയില്ല. നല്ലതാണ്. വെരി സോഫ്റ്റ്. ഇത് ഞാന് ഖത്തറിൽ പോയിരുന്നു. ഖത്തറിൽ ഡെക്കോർ ആയിട്ട് വെച്ച നല്ല രസമില്ല. ഇഷാമ പോയിട്ട് തൊട്ട് ഇതല്ലേ ചെടി പറഞ്ഞിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഷേപ്പ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നമ്മളനുസരിച്ച്. 30
അത് വേണ്ട, നിങ്ങൾ പറ്റിക്ക് 20 10 റുപ്യ 50 തരാണ്ടോ? 50 രൂപ എടുക്കാം ഇല്ലയാ? എന്നാ കുടിക്ക ഒരു നിമിഷം കിட்ட ചേഞ്ച് എടുക്കാം. പിടിച്ചല്ലോ ഫൈറ്റില്ല. മിക്സ് ആട്ടോ, ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈമാ ഇതിങ്ങനെ മാറ്റിയതിന് ശേഷം ആദ്യമായിട്ട് തോന്നുന്നു. ഇങ്ങോട്ട് ബീച്ചിലായിരുന്നു ആദ്യം, ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അപ്പൊ അത് ആദ്യമായിട്ട് തോന്നുന്നു. ഇവരെ പോന്നാ മധുരല്ലേ മുന്നിൽ നിൽക്കുന്നു. അല്ല മയക്കൊന്നും ഇല്ലായിട്ടാണ് മിണ്ടാണ്ടിരുന്നത്. തിരക്കാവുന്നുള്ളൂ അല്ലേ? അമ്മച്ചനെത്തിയടാ. അവിടെ തട്ടെ. എടുക്കാം. പണല്ലേ? എനിക്ക് തന്നെ ഇതൊക്കെ പുതിയ എന്റർടൈൻമെന്റ് അത്രയും കുട്ടിയുള്ളൂ. ഞാൻ പേടിച്ചു. പക്ഷെ ഇന്നോട് 5 പറഞ്ഞപ്പോഴേ ഞാൻ 5 അവളെ മറ്റോളെ മാറ്റി തന്നപ്പോഴേ അല്ല അങ്ങനല്ല, നീ കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മൾ അതിന്റെ പോലെ ചൊറിഞ്ഞിട്ടാൻ പറ്റില്ല. പിന്നെ അയാൾ ചോദിക്കും. അല്ല, ഓൻ ആ വർത്തമാനം പറഞ്ഞതുകൊണ്ടാ ഞാൻ കൊടുത്തത്. ശരിക്കും പുതിയാപ്പമ്പല രസാ കടപ്പുറക്കാണ്. നമുക്ക് പുതിയമ്പലം. വണ്ടി റിവേഴ്സ് എടുക്കണേ, ശ്രദ്ധിക്കണം മക്കളെ. ഞങ്ങളെ ക്യാമറ നോക്കി വന്നിട്ട് കാര്യമില്ല. G spot is gay spot. വിളിച്ചോ. കുന്നോളം പണമില്ലേലും ഞാൻ ഒന്നും ആരോടും പറയില്ല. നിങ്ങൾ പറയുമ്പോ ഞാൻ ആരോടൊന്നും പറയില്ല.
അമ്മ ഒരു ചുക്ക് കാപ്പി പ്ലീസ് എന്നൊക്കെ. ഒരു ചുക്ക് കാപ്പി കിട്ടുമെന്നൊക്കെ. ചുക്ക് കാപ്പി ഇട്ടുന്നൊക്കെ. അയ്യോ അവിടെ അച്ഛനാണോ? ഓ ആയിക്കോട്ടെ. Cheers, guys. Cheers. അവൻ ഞങ്ങളെ ഇറക്കിയിട്ട് പോയി. അവനാരോ പിക്ക് ചെയ്യാണ്ട് അല്ല അവിടെ അയ്യപ്പോഴത്തിന്റെ സമയത്ത് ഈ ചുക്കാപ്പി ഉണ്ടാവും. ഇപ്പൊ അവൻ പണി വരുമ്പോ സൈഡിലേക്ക് എന്താ ശരി പോയോട്ടാ. ഇത് അവിടെ ഉള്ള ആൾക്കാരാണ്. എന്റെയും അപ്പൂന്റെയും ഏരിയ, അപ്പൂന്റെ അജുവിന്റെ ഏരിയ. മഞ്ഞ റോസ് ഉണ്ട്, മഞ്ഞ റോസ്. ഒന്ന് വാങ്ങിച്ചോ. ഒന്ന് ആ ഒരു ഇതിന് വന്ന ഫീൽ കിട്ടപ്പോഴാണ്. ഞാൻ ചോദിക്കണോ? അമ്പലത്തിന്റെ ഉള്ളില് പെങ്ങളാ, ആ ചോട്ടുന്റെ പെങ്ങളാന്നുള്ള പോലെ ഓന് നന്നായി നോക്കിട്ടുണ്ട്. അതുകൊണ്ടാ. ഓക്കെ അങ്ങനെ തരും. എത്രയത്? എവിടെയാ സ്കാനർ? അങ്ങനെ പോവാ. ഞങ്ങൾ ഇതാ വീണ്ടും പുതിയ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറയാലോ, ഞാനില്ലേ ശർക്കര ജിലേബി തപ്പി തപ്പി നടക്കുകയായിരുന്നു. നമ്മൾ എറണാകുളം ആ സൈഡിലേക്ക് ഉത്സവത്തിനൊക്കെ പോകുമ്പോ ഒന്നും ശർക്കര ജിലേബി ഉണ്ടാവാറേ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവിടെ തപ്പി തപ്പി നടക്കുകയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ കോട്ടൺ ക്യാൻഡി കണ്ടു. അപ്പൊ നമ്മൾ കോട്ടൺ ക്യാൻഡി വാങ്ങിച്ച് ഞാൻ കഴിച്ചു നോക്കാൻ പോവാ. ഞാൻ മിണ്ടില്ല അജു പറഞ്ഞോണ്ടിരിക്കാന്നൊക്കെ. കൊള്ളാവോ? ചെറിയ സ്റ്റേജിന്റെ പരിപാടി ഉണ്ടാവും. അപ്പൂസ് ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. കൂടുതൽ തന്നെ അല്ലേ? ചൂടല്ലേ? നല്ല കൂടാ. വേസ്റ്റിനുള്ള സാധനമാണോ? ചൂടാണല്ലോ. ചൂടാണോ? പോവല്ല. എന്താ അച്ഛനോട് പറഞ്ഞു. പറഞ്ഞോ? ഇല്ല, സച്ചു വരട്ടെ. ആ
ഒരു വൻ പരിപാടി കഴിഞ്ഞു വരുന്നത്. വലിയൊരു സംഭവമായിരുന്നു അത്. കോമഡിയാണ്, പക്ഷെ അതിനിടയിൽ കോമഡി പോലെ ആക്കി, പക്ഷെ ബോൾഡ് ആയിട്ട് റിപ്ലൈ ചെയ്തു. അതാണ് കാര്യം. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. സോ ബാഡ്. അച്ഛനാണോ പരിപാടി തുടങ്ങിയോ? ഇൻട്രോ ആണോ? മുളം കാടുകളിൽ പാടി വരും തെന്നലേ തെന്നലേ. ഓപ്പൺ കറോ. ഓ വളരെ പെരുമാറി. ഗിമ്മി ഗിമ്മി. ഞാൻ ഇത് ട്രൈ ചെയ്തോട്ടെ. കൈക്കുത്തി എന്റെ വീഡിയോ തന്നാ പോരെ. ഇതൊക്കെ എന്തായാലും ഇഷ്ടം. എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഒരു ആ ചീസിന്റെ ഒരു മറ്റേ അങ്ങനത്തെ ഫ്ലേവർ. ഇല്ലടാ, മുക്കൊന്ന് ഒരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്. മുക്കൊന്ന് ഒലിച്ച് ഞാൻ എന്തായാലും എന്നെ കളിയാക്കുക, പേടിക്കണ്ട. അവിടെ വാ. മൂക്ക് നിൽക്കുന്ന പോലെ തോന്നുന്നതാണ്.